അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഞാൻ വളരെ വിനീതമായി ഇവിടുത്തെ EKAP സുന്നി വിഭാഗത്തിൽ ആരെങ്കിലും ഒന്നെങ്കിൽ ലൈവായിട്ട് ഇത് കേൾക്കുന്നുണ്ടാവും, ഇല്ലേ ഇൻഷാ അല്ലാഹ് നാളെ ഇത് റെക്കോർഡായിട്ട് കാണാൻ വിധിക്കപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഉസ്താദാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വരുന്നത്? ഒരൊറ്റ ഉസ്താദിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. EK സുന്നിയിലും AP സുന്നിയിലും പെട്ട ഒരൊറ്റ മനുഷ്യനെ, ഒരാലിമിനെ, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരാലിമിനെ. ദർഗയിലേക്ക് ക്ഷണിക്കുന്ന ലക്ഷക്കണക്കിന് ആലിമുകളുണ്ട് നിങ്ങൾക്ക്, അത് ഞങ്ങൾക്കറിയാം. സീമടവൂര് പടച്ചോനാന്ന് പറയുന്ന ആലിമുകൾ നിങ്ങൾക്കുണ്ട്, അതല്ല ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ അമ്പിയാക്കൾ നടത്തിയ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ 10 മിനിറ്റ് റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. AP ഉസ്താദിന്റെ EK ഉസ്താദിൽപ്പെട്ടവരുടെയോ ഒരു പ്രസംഗം 10 മിനിറ്റ് ആകാശഭൂമികളുടെ തമ്പുരാനെ ഇടതടവില്ലാതെ അതിൻ്റെ ഇടക്ക് ഔലിയാനെ തിരികാതെ അള്ളാനെ പറ്റി 10 മിനിറ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം കേരളത്തിന്റെ ചരിത്രത്തിൽ അള്ളാനെ പരിചയപ്പെടുത്താനല്ല. സുന്നത്തിയമായിട്ടുണ്ടായത് എന്തിനാ? സുന്നി പണ്ഡിതന്മാർ പറയുന്നത് മൊയ്തീൻ ഷൈഖിനെ ഉച്ചത്തിൽ വിളിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനാണെന്ന്. എന്തിനുണ്ടായത്? ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് എന്തിനാണ്? മൊയ്തീൻ ഷൈഖിനെ ഉച്ചൈസ്തരം വിളിച്ച് ആരാധിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്നൊരു മൊയ്ലിയാർ പ്രസംഗിച്ചതാ. ആ ക്ലിപ്പ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇട്ടതാണ്, നിങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്. എന്തിനാ സമസ്ത ഉണ്ടായത്? സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. അതേ നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. EKAP സുന്നിക്ക് അതേ കഴിഞ്ഞിട്ടുള്ളൂ. പടച്ചോനാണോ വലുത്, സീമടവൂരാണോ ചോദിച്ചു നോക്കിയേ. പടച്ചോൻ പിന്നല്ലേ 25 കൊല്ലം കുട്ടികളെ ചോദിച്ചിട്ട് അല്ല കൊടുത്തോ? സീമടവൂരല്ലേ ആമിനത്താത്താക്ക് കൊടുത്ത്? അബ്ദുസ്സമദ് സഖാഫി അത് പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം അള്ളാനെ വേണ്ട. ഈ കൗമിന്റെ അവസ്ഥ കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇവിടുത്തെ AP സുന്നികളുടെ അവസ്ഥയാ എന്താ? നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ ഒരു ചങ്ങായി കേരളം മുഴുവൻ നടക്കണ്ടല്ലോ. ഓൻ എന്തിനാ നടക്കണത്? ഓൻ പെട്ടിയെടുക്കണത് എന്തിനാ? ഓൻ തുണിക്കുപ്പായ അയൻ ചെയ്യുന്ന എന്തിനാ? സീമടവൂരിനെ മുദബ്ബിറുലാലമാക്കാൻ. ഞാൻ ചോദിക്കുക, അതല്ലാത്ത എന്ത് പരിപാടിക്കാണോ ഓൻ ഇറങ്ങണത്? റസൂലിനെ പരിചയപ്പെടുത്താനാണോ? അള്ളാഹിനെ പരിചയപ്പെടുത്താനാണോ? അള്ളാഹിനോട് നന്ദി കാണിക്കണമെന്ന് പറയാനാണോ? അള്ളാഹുലേക്ക് മടങ്ങണമെന്ന് പറയാനാണോ? എന്തിനാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ലക്ഷക്കണക്കായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഒരാളെങ്കിലും? നിങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങളെ വിഷയം അള്ളയല്ല, നിങ്ങളെ വിഷയം റസൂലല്ല, നിങ്ങളെ വിഷയം നിങ്ങളുടെ ആമാശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആശയമല്ല. ആശയമില്ലാത്തവന് ആമാശയം വലുതായിരിക്കും. ആമാശയം വലുതായവന് പിന്നെ ആശയം ഉണ്ടാവില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ഞാനിത് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞ, വളരെ നല്ല രൂപത്തിൽ കാട്ടിക്കൂട്ടി ഞാൻ ദുനിയാവിൽ എനിക്ക് ആയുസ് അല്ല തരുന്ന കാലം അത്രയും ഞാൻ പറയും. ഒറ്റ പ്രാർത്ഥനയെ റബ്ബിനോട് നടത്താറുള്ളൂ. തൊണ്ടേന്ന് ഇങ്ങോട്ട് നാവ് കേടിരാണ്ടിക്കാൻ പടച്ചോനെ സഹായിക്കണേ. തലച്ചോറും ആർക്കും പണയപ്പെടുത്താതിരിക്കും. കയ്യോ കാലോ കൊഞ്ഞാൽ സാരല്ല, ഇരുന്നിട്ടെങ്കിലും മൈക്ക് കിടന്നിട്ടാണെങ്കിൽ തൊള്ളയിൽ ചെന്ന് അവിടുന്ന് പറയാലോ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ മുസ്ലിം സംഘടനകളില്ല.